വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ടൊമാറ്റോ ദോശ. നമ്മൾ സാധാരണ കഴിക്കുന്ന ദോശയിനേക്കാളും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് സാധാരണ ദോശ തന്നെ ആ ഒരു മാവ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടോ, നല്ല ക്രിസ്പി തന്നെയാണ്. കഴിക്കാനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടൊമാറ്റോയുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ അരിയും അതുപോലെ തന്നെ ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2.5 ഗ്ലാസ് പച്ചരിയും 1/4 കപ്പോളം ഉഴുന്നുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി കഴുകി 2-3 പ്രാവശ്യം ഞാൻ വെള്ളം കഴുകിയിട്ടാണ്, അതായത് അരി കഴുകിയിട്ടാണ് ഞാനിത് കുതിർക്കാൻ വെച്ചത്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. 1 കപ്പ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വെള്ളമാണ്. ആ ഒരു വെള്ളത്തിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ ചെറിയൊരു തരിയോട് കൂടിയാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മളിവിടെ അരച്ചെടുത്തത്. അപ്പോൾ എല്ലാം തന്നെ അരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളമാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം എന്താ പറയുക, നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വരും. നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നല്ല രീതിയിൽ തന്നെ ഏത് തണുപ്പ് കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. ഇനി അഥവാ തണുപ്പ് കാലാവസ്ഥ ഉള്ളവർ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അതിൽ ഒന്ന് വെച്ചാൽ മതി. അപ്പോഴും പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അല്ല എങ്കിൽ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ പാത്രം ഒന്നും മുട്ടാതെ അതിൻ്റെ ആവി കൊള്ളുന്ന രീതിയിൽ വെച്ചാൽ, തിളച്ച വെള്ളത്തിൻ്റെ മീതെ ഈ പാത്രം ഇറക്കി വെച്ച് ആവി കൊള്ളുന്ന രീതിയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഒന്നും വെച്ചില്ലായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടോ, ഇത് കണ്ടോ, നല്ല പൊങ്ങി പുറത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഓവനിലോ ഒന്നും തന്നെ വെച്ചില്ല. നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നു. അപ്പോൾ ഇത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലാണ് കേട്ടോ. കാരണം ഇതിനകത്ത് ലൂസും അല്ല, നല്ല തിക്കിൽ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ദോശയുടെ പരുവത്തിലാക്കണമെങ്കിൽ ഇത് കുറച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ദോശയുടെ പരുവത്തിലും ആക്കാം. അപ്പോൾ അതേ ഞാനിതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ടൊമാറ്റോ ദോശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മതി. ബാക്കി ഞാൻ എല്ലാത്തിലും കൂടി മിക്സ് ചെയ്യുന്നില്ല. അപ്പം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ദോശയുടെ മാവും വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ദോശയുടെ എന്തുണ്ടാക്കാം, ടൊമാറ്റോ ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, കാശ്മീർ ചില്ലിയുടെ വറ്റൽമുളക് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയോ ആണെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ വട്ടകളിൽ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു എന്താ പറയുക, മാവും നമ്മുടെ ഈ ടൊമാറ്റോ മിക്സും നന്നായിട്ട് ചേരുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ആ മാവ്, നമ്മൾ ഈ മാവിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ഈ ആ ടൊമാറ്റോയുടെ പ്യൂരിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് ഒരു ദോശ മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ പാൻ ഒരുവിധം ചൂടായി വന്നപ്പം അതിലേക്ക് ഈ ഒരു തവിക്ക് ഒരു തവിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരത്തിയോ അല്ലെങ്കിൽ ഒരുപാട് പരത്താതെ എന്താ പറയുക, ചെറിയ കട്ടിയോട് കൂടിയോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ ദോശ ഒരുവിധം ഒന്ന് മുരിഞ്ഞ് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തോ വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കുക. അത് കണ്ടോ, പെട്ടെന്ന് തന്നെ വിട്ട് പോരും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പോരും. ഇനി അഥവാ ഒരു സൈഡ് നിങ്ങൾക്ക് മതിയാണെങ്കിൽ ഒരു സൈഡ് ഇട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു തവിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് 1-1.5 തവിയോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത്.
അത് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വളരെ നൈസായിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടും. ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തിരിച്ചിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഫ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു രീതിയിൽ എല്ലാ ദോശയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു തക്കാളി ദോശക്ക്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി എടുക്കുക, കുറച്ച് കറിവേപ്പില എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഒരു പുളി, വളരെ ചെറിയ കഷ്ണം കേട്ടോ, ഒരു പുളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളമാണെങ്കിൽ ഭയങ്കര ലൂസായിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താളിച്ചൊഴിക്കണമെങ്കിൽ താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ടൊമാറ്റോ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും ഒന്ന് വ്യത്യസ്തമായിട്ട് രുചി വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കളർഫുൾ ആയതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. കണ്ടു, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി. നമുക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ദോശ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.